മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ വീട് കയറി വൻ കവർച്ച. മണക്കാട് വയോധികയെ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കോർപ്പറേഷൻ ജീവനക്കാർ എന്ന വ്യാജേന 4 സംഘമാണ് ഇന്നലെ വെള്ളിയാഴ്ച കവർച്ച നടത്തിയത്. വി അരുണുണ്ട്. അരുണ്, സ്വർണ്ണമോഷണമൊക്കെ വ്യാപകമാണിപ്പോൾ. ഈ വയോധിക ഒറ്റയ്ക്കായിരുന്നോ? എന്താണ് സംഭവം? ഇത് മണക്കാടിന് സമീപമുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത്. പകലായിരുന്നു ഈ സംഭവം. നഗരസഭാ ജീവനക്കാരന് വ്യാജേന എത്തിയ ഒരു സംഘമാണ് വയോധികയെ ഭീഷണിപ്പെടുത്തി ഈ പണം കവർന്നതെന്നാണ് ലഭിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. ഒരു സ്ത്രീ ഉൾപ്പെടെ ഉള്ള 4 സംഘമാണ് ഈ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ ഫോർട്ട് പോലീസിന്റെ കസ്റ്റഡിയായ സൂചനകളും ഉണ്ട്. ഏതായാലും ആ അപ്പാർട്ട്മെന്റ് മറ്റു ആളുകളും ഉണ്ടായിരുന്നു. ഇവർ ഇറങ്ങിപ്പോകുമ്പോഴും ഒക്കെ മറ്റ് അപ്പാർട്ട്മെന്റിന്റെ ആളുകളുണ്ട്. പക്ഷെ വളരെ സ്വാഭാവികമായി ഇവർ ആർക്കും സംശയത്തിനിട നൽകാതെ പോയി എന്നാണ് മനസ്സിലാകുന്നത്. ഈ അപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ചാണ് ഇവരെ ഭീഷണിപ്പെടുത്തി ഈ സ്വർണം തട്ടിയെടുത്തത്. അതിനുശേഷം വളരെ സ്വാഭാവികമായി ഇറങ്ങിപ്പോയി ചെയ്തു. അതുകൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നില്ല. പിന്നീട് ഇവർ പോയ ശേഷം ഈ സ്ത്രീ പരാതി നിലവിളിച്ച് വരുമ്പോഴാണ് ആളുകൾ ഇത് അറിയുന്നത്. അങ്ങനെയാണ് പോലീസിൽ പരാതിയിരിക്കും. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ച് ഒരാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുള്ളത് വേണം മനസ്സിലാക്കാൻ. ഈ നഗരസഭാ ജീവനക്കാർ എന്ന വ്യാജേന അല്ലെ, അങ്ങനെ നമുക്കറിയാം നഗരത്തിലുടനീളം അത്തരം തട്ടിപ്പുകൾ പല മേഖലകളിലും അരങ്ങേറുന്നുണ്ട്. ഒരാളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ. എത്ര പേരുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? 4 സംഘമാണ്. അതിലൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. സ്ത്രീ ഉൾപ്പെട്ട 4 സംഘമാണ് അപ്പാർട്ട്മെന്റ് എത്തി നഗരസഭയിലെ ജീവനക്കാരൻ അറിയിച്ച അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കയറിയത്. അതിനുശേഷമാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. അതിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ പോലീസുകാരും സ്ഥിരീകരിക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ഫോർട്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ശരി, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്താണ് ഈ സംഭവം ഉണ്ടായത്. വയോധികയെ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്നുള്ളതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.